നല്ല വേനൽക്കാലത്ത് ഒരു 7,000 ഒക്കെ ആയിരുന്നു എനിക്ക് ഏകദേശം കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഏകദേശം ഒരു 100, 120, 150 ആ റേഞ്ചിൽ എനിക്ക് കറണ്ട് ബില്ലുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അധികമായിട്ടുള്ള വൈദ്യുതി നിരക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ സെറ്റ്നയെ കുറിച്ച് അറിയാൻ സാധിച്ചത്. ഏതായാലും ഞാൻ ചിന്തിച്ചതിനപ്പുറമാണ് സെറ്റ്നയുടെ മാനേജ്മെന്റും സ്റ്റാഫുകളും എന്നോട് അധികമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു തന്നത്. അതിന്മേൽ ഞാൻ ഈ 3 kVയുടെ സോളാർ സിസ്റ്റം ഇവിടെ സ്ഥാപിക്കാനുള്ള നടപടി ആരംഭിക്കുകയുണ്ടായി. അതിന്മേൽ ഏകദേശം ഒരു 4 മാസത്തോളം ആ സോളാർ സിസ്റ്റം വർക്ക് ചെയ്തു. അപ്പോൾ കറണ്ട് ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഉള്ളിൽ നമ്മുടെ സാധാരണ ഇൻവെർട്ടർ മാത്രം പ്രവർത്തിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതിൽ നിന്നും ഒരു ചേഞ്ച് ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അന്നേരമാണ് എനിക്ക് MPPT എന്നുള്ള സിസ്റ്റത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. സെറ്റ്നയുടെ ബന്ധപ്പെട്ട ആൾക്കാർ വന്ന് അതിന് വ്യക്തമായ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരികയും ഞാൻ പിന്നെ ആ MPPT സിസ്റ്റത്തിലോട്ട് മാറുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ഉടൻ തന്നെ ഞാൻ പറഞ്ഞു തീരുന്ന ആ അവസരത്തിൽ തന്നെ അതിനുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കാഴ്ചപ്പാട് കണ്ടുകൊണ്ട് തന്നെ ആ സിസ്റ്റത്തിലേക്ക് മാറുന്നതിനുള്ള എല്ലാ നടപടികളും അവർ ഉടൻ ആരംഭിക്കുകയും ഏകദേശം ആ ഒരു ഹൈബ്രിഡ് മെത്തേഡിലുള്ള ആ ഒരു സിസ്റ്റത്തിലേക്ക് ചിലവ് കുറഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. ഏതായാലും സെറ്റ്നയുടെ ഈ സോളാർ സിസ്റ്റം അടിപൊളിയാണെന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. അതുകൊണ്ട് താങ്ക് യു ഫോർ എവറിത്തിങ് സെറ്റ്ന സോളാർ സിസ്റ്റം.